കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടം ഉരുൾപൊട്ടലിൽ 2 മരണം. ജോണിയുടെ വീട് പൂർണ്ണമായും തകർന്ന് ഭാര്യയും മകനും മണ്ണിനടിയിൽപ്പെടുകയായിരുന്നു. മരിച്ചത് ജോണിയുടെ ഭാര്യ റെജീനയും മകൻ ജോസഫിൻ ജോണിയും. നാലിടങ്ങളിലാണ് കോട്ടയം ജില്ലയിൽ ഇന്നലെ ഉരുൾപൊട്ടിയത്. അതിൽ മഴ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കിയ 2 പേർ ജീവൻ അപഹരിച്ച ഇടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം എന്ന മേഖലയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയിൽ നിന്നാണ് ഉരുൾ ആദ്യം ഉത്ഭവിച്ച് താഴേക്ക് വരുന്നത്. കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കണ്ടാൽ നോക്കിയാൽ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും പറയില്ല. ആ തരത്തിൽ പൂർണ്ണമായും ഈ പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേർ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. റജീനയും അവരുടെ മകൻ ജോസഫിനുമാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മറ്റൊരു മകനും റജീനയുടെ ഭർത്താവും കൂടെ ഉള്ളതാണ്. പക്ഷേ ഇന്നലെ മഴ കാരണം എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകൻ ഇവിടേക്ക് വന്നില്ല. സമീപത്ത് തന്നെ മറ്റൊരു വയോധികൻ താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വയോധികനെ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി ഭർത്താവായിട്ടുള്ള ജോണിയും അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും ഈ അപകടത്തിൽ മരിച്ചു. 3 മണിയോടുകൂടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വണ്ടികളും വാഹനങ്ങളും ഉപയോഗിച്ച് തന്നെ ഇവിടെ എത്തുകയും 3:15 തന്നെ തൊട്ട് സെർച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് മെസ്സേജ് കിട്ടി ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്യുമായിരുന്നു. ശ്രമകരമായിട്ടൊരു വർക്കായിരുന്നു. കാര്യം ശക്തമായ മഴയും ഒപ്പം ഈ പൂണ്ടിയ മണലിൻ്റെയും കൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു. രാവിലെ 7 മണിക്കാണ് മകൻ ജോസഫിൻ്റെ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. 10:30 റജീനയുടെ മൃതദേഹവും കണ്ടെത്തി. 2 മൃതദേഹങ്ങൾ നിലവിൽ ഇപ്പോൾ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടിയ അളവിൽ മഴ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ പെയ്തതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒരു 4-5 മണിക്കൂർ നിന്നുകൊണ്ടാണ് ഇത്ര വലിയ കൂടിയ അളവിൽ മഴ കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ രാത്രി പെയ്തത്. അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. പൂഞ്ഞാറിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.